ശ്രീ മനു പ്രസാദ്, ഇവിടെ നമ്മൾ ചില ചിത്രങ്ങൾ നമ്മുടെ സ്ക്രീനിൽ തന്നെ കണ്ടു. ചിത്രം തെളിവല്ല, അടുത്ത് വന്ന് നിന്ന് ആർക്ക് വേണമെങ്കിലും ചിത്രമെടുക്കാം എന്നൊക്കെ നമുക്ക് ന്യായം പറയാമെങ്കിലും പല ചിത്രങ്ങളിലും ദേവസ്വം ബോർഡിൻ്റെയും ഭരണത്തിൻ്റെയും ഉന്നത തലത്തിലിരിക്കുന്ന പലരുമായുള്ളൊരു അടുപ്പം, ആ ബോഡി ലാംഗ്വേജ്, അവരുടെ ഒരു 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 വാംത്ത് ഒക്കെ പടങ്ങളിൽ നിന്ന് കാണാം. എന്നിട്ട് ഇയാൾ അറിയുകയില്ല എന്ന് ചില നേതാക്കൾ പറയുന്നു. അന്വേഷണത്തോടടുത്തപ്പോൾ അന്വേഷണം നടക്കട്ടെ, നമുക്കൊന്നും മറയ്ക്കാനില്ലെന്ന് പറയുന്നു. ഇത് എത്ര വലിയ തട്ടിപ്പ്, എത്ര വലിയൊരു മാഫിയ, എത്ര വലിയൊരു റാക്കറ്റ്, എത്ര നാളായി പ്രവർത്തിച്ചിരുന്നതിൻ്റെ ഒരു അല്പം മാത്രമായിരിക്കും ഇപ്പോൾ പുറത്തു വരിക. അല്ല, ഇത് സ്വാഭാവികമായിട്ടും ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭക്തജനങ്ങൾ നിത്യേന എന്നോണം നട തുറക്കുന്ന മണ്ഡലകാലങ്ങളിൽ ജനൻ TV ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളും ഹരിവരാസനം ഉൾപ്പെടെയുള്ള ലൈവ് റെക്കോർഡ് ചെയ്യുകയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ, കോടിക്കണക്കിന് ആളുകളാണ് ഓരോ വർഷത്തെയും കണക്കെടുത്താൽ ഇതുവരെ കടന്നു പോയിട്ടുള്ളത്. അതിലൂടെ അവരെല്ലാം നേരിട്ട് കണ്ട ഒന്നാണ് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണത്തിളക്കം. പക്ഷേ അത് ചെമ്പുപാളി ആയിരുന്നു എന്ന് പുറത്തു വന്നിരുന്ന വാർത്താ സമ്മേളനം നടത്തി പറയാൻ ഒരു മടിയുമില്ലാത്തവർ, ദൃശ്യങ്ങളിലുള്ള നിലവിൽ ഫാക്റ്റായിട്ടുള്ള കോടിക്കണക്കിന് ആളുകൾ കണ്ടുപോയ ഇന്നും അത് നിലനിൽക്കുന്ന ഒരു ദൃശ്യത്തെ അത് ചെമ്പുപാളി ആയിരുന്നു ആ സമയത്തെന്ന് മറയില്ലാതെ പറയാൻ മടി കാണിക്കുന്ന ഒരു കൂട്ടർ ഈ നാട്ടിൽ നിലനിൽക്കുന്നു, അതിൻ്റെ ഭരണ സംവിധാനം കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ നേരിട്ട് കണ്ട ഒരു സംഭവം പോലും ചെമ്പുപാളി ആയിരുന്നു എന്ന് പറയുന്ന ഒരു മടിയുമില്ലാത്തവരിൽ നിന്ന് മറ്റെന്തെങ്കിലും ശരിയായ ഒരു അന്വേഷണം നടത്തുമെന്നോ അതിനെല്ലാം ഉതകുന്ന തരത്തിലുള്ള, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളും ഇടപെടലുകളും ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തെറ്റാണ്. രണ്ട്, അങ്ങ് സൂചിപ്പിച്ചതുപോലെ യാതൊരു ബന്ധവും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടില്ല എന്ന് പറയാൻ അവർക്കിനി മറ്റെന്തെങ്കിലും തെളിവ് ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ചെമ്പുപാളിയാണ് എന്ന് സ്വർണം പൂശിയ ആ തകിട് കണ്ടിട്ട്, ആ സ്വർണം പൂശിയ ദ്വാരപാലക ശില്പം കണ്ടിട്ട് അത് ചെമ്പു തകിടാണ് എന്ന് മറയില്ലാതെ പറയുന്നവർക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി അടുത്ത് നിൽക്കുന്ന ഫോട്ടോ കണ്ടിട്ട് ഞങ്ങൾക്കൊരു ബന്ധമില്ല എന്ന് പറയാൻ ഒരു മടിയും ഉണ്ടാവില്ല. രണ്ട്, ഒരു ബന്ധവുമില്ലാതെ എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ നാളിതുവരെ അവിടെ നിന്ന് എല്ലാ ലിഖിതമായ നിയമനങ്ങളും ലംഘിച്ച് എല്ലാവരെയും കണ്ണുവെട്ടിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ജനങ്ങളെയാണ് കേട്ടോ, പാവപ്പെട്ട ഭക്തരെയുമാണ്. മറ്റാരെയും കണ്ണുവെട്ടിച്ചിട്ടില്ല, എല്ലാവരെയും കൂട്ടിച്ചേർത്ത് ഈ കള്ളത്തരം നടത്തിയത്. അയ്യപ്പൻ്റെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണത്തകിടുകളെ പുറത്തു കൊണ്ടുപോയി അതിനുശേഷം 39 ദിവസം ഊരു ചുറ്റി നടന്നു. അതിനുശേഷം ഊരു ചുറ്റിയതിനു ശേഷം വിവിധ സ്ഥലങ്ങളിൽ കയറി ഇറങ്ങി പൂജ നടത്തി, എല്ലാ ആചാരലംഘനവും നടത്തി ഒരു ക്ഷേത്രത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ഒന്നും ഞങ്ങൾ കണ്ടില്ല എന്നാണ് അവിടുത്തെ ഉദ്യോഗസ്ഥർ പറയുന്നത്, ദേവസ്വം ബോർഡ് പറയുന്നത്, പ്രസിഡൻറ്റ് പറയുന്നത്, ഇവിടുത്തെ ദേവസ്വം മന്ത്രി പറയുന്നത്, ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പറയുന്നത്. ഞങ്ങൾക്കിതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല, ഞങ്ങളിതൊന്നും അറിഞ്ഞില്ല എന്നുള്ളതാണ്. ദേവസ്വം ബോർഡ് രൂപീകരിക്കുന്ന സമയത്ത് ഈ നാട്ടിലെ ഭക്തർക്ക് കൊടുത്തിരുന്ന ഉറപ്പ്, ദേവൻ്റെ സ്വത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ രൂപീകരിക്കുന്നതാണ് ദേവസ്വം ബോർഡ്. അത് രൂപീകരിക്കുമ്പോൾ ഗവൺമെൻറ്റിനൊരു ദേവസ്വം വകുപ്പ് മന്ത്രി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അവരുടെ എല്ലാ ഉത്തരവാദിത്തം എന്താണ്? ഈ നാട്ടിലെ ദേവൻ്റേതായി കിട്ടിയ സ്വത്ത് അവിടെ ഉണ്ടാകുമെന്ന് ഉറപ്പുവരുത്തുമെന്നുള്ളതാണ് അവരുടെ ഉത്തരവാദിത്തം. അതിനുവേണ്ടിയാണ് ദേവസ്വം ബോർഡിന് കൃത്യമായൊരു പണം ആ ദേവസ്വം കാണിക്കയിൽ നിന്ന് എടുത്തു കൊടുക്കുന്നത്. സർക്കാരിൻ്റെ ഔദാര്യത്തിലല്ല ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുന്നത്. അവിടെ നടക്കുന്ന ശമ്പളം ഉൾപ്പെടെ കൊടുക്കുന്നത് ഈ ക്ഷേത്ര വരുമാനത്തിൽ നിന്നെടുത്താണ്. എന്നാൽ അതെല്ലാം വാങ്ങിയെടുത്തതിന് ശേഷവും വീണ്ടും ദേവൻ്റെ സ്വത്ത് കക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു, അതിൻ്റെ പങ്കുപറ്റുന്നു. ആ പങ്കുപറ്റുമ്പോൾ തെളിവിൽ വരാതിരിക്കാൻ, അത് പുറത്തു വരാതിരിക്കാൻ അവിടെയുള്ള രേഖകൾ, മിനിറ്റ്സുകളിൽ കൃത്രിമം കാണിക്കുന്നു. മിനിറ്റ്സ് ബുക്ക് കാണാതാവുന്നു, രജിസ്റ്റർ ബുക്കുകൾ കാണാതാവുന്നു, അവിടുത്തെ മറ്റു പല രേഖകളും കാണാതാകുന്നു. സ്വർണം പൂശിയ ചെമ്പുപാളി പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒരാൾക്ക് കരാർ കൊടുക്കുമ്പോൾ അത് ചെമ്പുപാളി മാത്രമാണെന്ന് എഴുതി ചേർത്ത രേഖയുണ്ടാക്കി കൊടുത്തുവിടുന്നു. അത് കൊടുത്തുവിടുന്നത് തന്നെ കക്കാനാണ് എന്ന് ഉറപ്പിക്കുന്നതല്ലേ ആ രംഗങ്ങളൊക്കെ. കോടതി അവസാനം ഈ രേഖകളിലേക്ക് വരുമ്പോൾ നിങ്ങൾ രേഖകൾ ഹാജരാക്കൂ എന്ന് പറയുമ്പോൾ കൈരേഖ മാത്രവുമായി നിൽക്കുന്നു ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡും. അവസാനം കോടതിക്ക് പറയേണ്ടി വരുന്നു ഇതിലൊരു അന്വേഷണം നടത്തണം. കാരണം അത്രമാത്രം കള്ളത്തരമാണ്, അത്രമാത്രം കൊള്ളയാണ് ഇവിടെ നടന്നത് എന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് ബോധ്യമാവുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ നാട്ടിലെ ഭക്തർ സമർപ്പണമായി നൽകിയ സ്വർണം, അതുപോലെ തന്നെ കാണിക്ക ഒക്കെ അടിച്ചു മാറ്റുക എന്നുള്ളതൊരു മാനസിക അവസ്ഥയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? അവിശ്വാസികളുമായിട്ടുള്ള അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് എല്ലാ ആചാരങ്ങളെയും ലംഘിക്കാൻ തയ്യാറായിട്ടുള്ള ശബരിമല മാത്രം നമ്മൾ സ്പെസിഫൈ ചെയ്തെടുത്താൽ ശബരിമലയെ തകർക്കാൻ, ആചാരലംഘനം നടത്താൻ
കൂട്ടുനിന്നൊരു ഗവൺമെൻറ്, അതിന് ഒത്താശ പാടുന്ന ഒരു പ്രതിപക്ഷം, ഇവരെല്ലാം ഒത്തൊരുമിച്ച് നിന്ന് നടത്തിയ കള്ളമാണ്, കൊള്ളയാണ് ഇത്. അത് ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിൽ അവസാനിക്കുകയല്ല. ദേവസ്വം ബോർഡിനെ മറയാക്കിക്കൊണ്ട് ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കുക എന്നുള്ള ഗൂഢലക്ഷ്യവുമായാണ് മുന്നോട്ട് വന്നത്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുമ്പൊക്കെ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലേക്കും അവർ കടന്നു ചെല്ലുകയാണ്. DYFIയുടെയും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ ഉപദേശക സമിതിയിൽ ഉൾപ്പെടെ കയറണമെന്ന് പറയുകയാണ്. അതിൻ്റെ ഉദ്ദേശം എന്താണ്? ഉപദേശക സമിതികൾ നിലനിൽക്കുന്ന ഇടങ്ങളിലെല്ലാം ചോദ്യം ചെയ്യാൻ ഭക്തന്മാരുടെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. അവിടെയെല്ലാം വിവിധ ഹിന്ദു വിശ്വാസത്തിൽ അഭിമാനം പേറുന്നൊരു വലിയ സമൂഹം അവിടെയെല്ലാം നോക്കാൻ കാവൽ നിൽക്കുന്നുണ്ട്. എന്നാൽ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഏതൊരുവിധ കെട്ടുപാടുകളുമില്ല. അവിടെ ദേവസ്വം ബോർഡ്, സർക്കാർ, ദേവസ്വം മന്ത്രി, സർക്കാർ നേരെ ഭക്തൻ്റെ പണമെടുക്കുന്നു, തോന്നും പോലെ വിനിയോഗിക്കുന്നു. ഈ സ്വർണം കട്ടു എന്നുള്ളത് മാത്രമല്ല, അവിടുത്തെ ആചാരം ലംഘിക്കപ്പെട്ടില്ലേ, അവിടുത്തെ യോഗദണ്ഡ് എടുത്തിട്ട് ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായില്ലേ. ഇതിൻ്റെ എല്ലാം പിറകിൽ, ഇരുട്ടിൻ്റെ മറകിൽ സ്ത്രീകളെ കയറ്റി, അവിശ്വാസികളെ കയറ്റി ആചാര ലംഘനം നടത്താൻ കൂട്ടുനിന്നവർക്ക് ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ നടത്താൻ ഒരു മടിയുമില്ല. ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കോടതി പറയുന്നു, നിങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യണം. കോടിക്കണക്കിന് രൂപ വരുമാനമുള്ള ഒരു ക്ഷേത്രം, കോടിക്കണക്കിന് രൂപ വരുമാനമുള്ള ക്ഷേത്രങ്ങൾ, എത്രയോ വരുമാനം അവിടെ ബാങ്കുകളിൽ വന്ന് കൂടുന്നുണ്ട്. എന്തേ ഇതൊരു കൃത്യമായി നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് ഡിജിറ്റലൈസ് ചെയ്യാൻ ഇവർ മടി കാണിക്കുന്നു? അതിൻ്റെ എല്ലാ ഉദ്ദേശം കക്കാൻ പൂർണ്ണമായ സ്വാതന്ത്ര്യം ഉണ്ടാകണം എന്ന് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ കോടതി ചോദിക്കുമ്പോൾ മിനിറ്റ്സില്ല, കോടതി ചോദിക്കുമ്പോൾ രജിസ്റ്റർ ഇല്ല. കോടതി ചോദിക്കുന്നു, സ്വർണം പൂശിയ ചെമ്പു തകട് എടുത്തു കൊടുക്കുമ്പോൾ നിങ്ങൾ എഴുതുന്ന രേഖയിൽ എങ്ങനെ അത് ചെമ്പ് മാത്രമായി മാറുന്നു? 39 ദിവസം ഒരാൾ ഊരു ചുറ്റി അയ്യപ്പൻ്റെ സ്വത്ത് കണ്ടെടുത്തെല്ലാം കൊണ്ടുവച്ച് കറങ്ങി വരുമ്പോൾ എന്തേ നിങ്ങൾ ചോദിച്ചില്ല നാളിതുവരെ എവിടെ പോയി എന്ന്? 40 വർഷം ഗ്യാരണ്ടിയോടുകൂടി സ്വർണം പൂശിയത് എങ്ങനെയാണ് ഗ്യാരണ്ടി ഇല്ലാതാകുന്നു എന്ന് നിങ്ങൾ ചോദിച്ചില്ല എന്ന് കോടതിക്ക്, പൊതുസമൂഹത്തിന് വ്യക്തമാകുന്നത് ഇതെല്ലാവരും ചേർന്ന് നടത്തിയ കള്ളവും കൊള്ളവും ആയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതി ഈ SITയോട് പറയുന്നത്, നിങ്ങൾ ദയവ് ചെയ്ത് ഇതിൻ്റെ റിപ്പോർട്ടുകൾ ഒരു കാരണവശാലും ഇവിടുത്തെ സർക്കാരിനെ കാണിക്കരുത്, ഇവിടുത്തെ ദേവസ്വം ബോർഡിനെ കാണിക്കരുത്. ഇരിക്കുന്ന ഒരാൾക്ക്, അത് കൈകാര്യം ചെയ്യുന്ന ടീമിനോട് ഇത് പറയരുതേ എന്ന് കോടതി പറഞ്ഞാൽ തന്നെ വ്യക്തമല്ലേ എത്രമാത്രം കള്ളന്മാരാണ് അതിൻ്റെ തലപ്പത്ത് കയറി ഇരിക്കുന്നതെന്ന്. ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, ദേവസ്വം മന്ത്രി, സർക്കാർ എല്ലാം കൂട്ടുമുന്നണിയായി ഈ ക്ഷേത്രത്തെ നശിപ്പിക്കാൻ, ഈ ക്ഷേത്രത്തെ ഊറ്റിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരേ ഒരാൾ മാത്രമാണ് ഈ പറയുന്ന പോറ്റി. അതിൻ്റെ പിറകിൽ നിൽക്കുന്ന ധാരാളം ആളുകൾ പുറത്തു വരാണ്. ഞാൻ അങ്ങയിലേക്ക് വരാം.